റെക്കമെൻഡേഷനാ? എത്രയും ബഹുമാനപ്പെട്ട ഗോവിന്ദ സാറിന് നമസ്കാരം. അങ്ങനെ പറയൂന്ന് നീ വിചാരിച്ചോ? ഒറ്റ കീറ് വെച്ച് തന്നോണ്ടല്ലേ നിന്റെ ബോന്തയുടെ ഷേപ്പ് മാറിപ്പോവും. അറിയാവുന്ന നിനക്കെന്നെ. ആ നത്തിന്റെ കൂട്ടുള്ള കണ്ണിങ്ങനെ തുറന്നു പിടിച്ച് നീ ആരെ പേടിപ്പിക്കാൻ നോക്കോടാ? കുത്തി പൊട്ടിച്ച് കളയും. ഞാൻ നിന്നോട് മര്യാദയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ പയ്യൻ വളരെ നല്ലവനാ. ഈ വീട്ടിൽ നിന്ന് അവൻ വളർന്നത്. തന്തയും തള്ള ആരുമില്ല. എത്ര വേണേലും പഠിച്ചോളാം ഞാൻ പറഞ്ഞതാ. ഉദ്യോഗം ഉടനെ കിട്ടിയാലേ ഒക്കൂന്ന് ഒരേ നിർബന്ധത്തിലവൻ. അവന് നീ ഒരു നല്ല ജോലി കൊടുത്തേ. എടാ, ഞാൻ അവനോട് ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെടുന്നതുകൊണ്ട് സന്തോഷത്തോടെ അവൻ നിന്നെ ഒരു നോട്ടമുണ്ട്. സ്റ്റൈലായിട്ടൊന്ന് ചിരിച്ചേക്കണം. ഇപ്പൊ അവരൊരു ചോദ്യം ചോദിക്കും കേട്ടോ. ആ ഇരണം കേട്ടോ ഇപ്പോഴും ഉണ്ടോടാ? സാർ, അവൻ കാരണം എന്റെ ജീവിതം എത്ര നാശമായി പോയത്. പഠിക്കാൻ പോയ കാലത്ത് എന്നെ റോഡിലൂടെ തേരാപ്പാര വായി നോക്കി നടത്തി പിച്ചച്ചട്ടിയെടുപ്പിച്ചു. വളരെ കഷ്ടപ്പെട്ട ഞാൻ ഇത്രയെങ്കിലും ആയത്. ആ ദരിദ്രവാസിയുടെ റെക്കമെൻഡേഷനുമായി വന്നില്ലായിരുന്നുവെങ്കിൽ നിനക്ക് ഞാൻ ഇവിടെ ജോലി തന്നേനെ. അവന്റെ കത്തും കൊണ്ട് വന്നത്